കഴിഞ്ഞ ദിവസം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനെക്കുറിച്ച് ഒരു സർവേ വന്നപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി ജയരാജൻ തന്നെ ഒന്നന്താളിച്ചു പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുന്നതോടെ സർവേകൾ അനവധി പുറത്തു വരികയാണ്. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മാതൃഭൂമി വാർത്താ ചാനൽ പി-മാർക്ക് ഏജൻസിയുമായി ചേർന്ന് നടത്തിയ ഒരു സർവേ. അതിൽ UDFന് തന്നെയാണ് കേരളത്തിൽ മുൻതൂക്കം പറയുന്നത്. പക്ഷേ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MP-യായ KPCC അധ്യക്ഷൻ K. സുധാകരൻ 3% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെടും എന്നാണ് അതിൽ പറയുന്നത്. CPMന്റെ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. അതിൽ പറയുന്നത് ജയരാജൻ 41% വോട്ടുകളും സുധാകരൻ 38% വോട്ടുകളും നേടുമെന്നാണ്. അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായ പഴയ കോൺഗ്രസ് നേതാവ് C. രഘുനാഥ് 17% വോട്ടുകൾ നേടും എന്നും പറയുന്നു. ഇത് തന്നെ ഈ സർവേയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുകയാണ്. MV ജയരാജന് ജയിക്കാനുള്ള വോട്ടില്ല എന്നും എന്നാൽ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കുകയാണ് ഈ സർവേ വഴി ലക്ഷ്യം വെക്കുന്നതെന്നും നമുക്ക് വ്യക്തമാകുന്നു. അതായത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ അറിയാം. 2019 BJPക്ക് അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് CK പത്മനാഭൻ മത്സരിച്ചപ്പോൾ കിട്ടിയത് 65,000 വോട്ടുകളാണ്. അതായത് 6.5% വോട്ട്. അതിനു മുൻപ് മോഹനൻ മാസ്റ്റർ മത്സരിച്ചപ്പോൾ 2014 കിട്ടിയത് 5.5% വോട്ടുകളാണ്. അതിനു മുൻപ് 2009 PP കരുണാകരൻ മാസ്റ്റർ മത്സരിച്ചപ്പോൾ കിട്ടിയത് വെറും 3.5% വോട്ടുകളാണ്. ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാം വളരെ പ്രമുഖരുമാണ്. അതിനർത്ഥം BJP കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7%-ത്തിൽ കൂടുതൽ വോട്ട് നേടാനൊന്നുമുള്ള ഒരു ശക്തി ആയിട്ടില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് ഈ സർവേ പറയുന്നത് രഘുനാഥ് എന്ന BJP സ്ഥാനാർത്ഥിക്ക് 17% വോട്ട് ലഭിക്കുമെന്ന്. ഇതിനെ വിരോധാഭാസം എന്നല്ലാതെ പിന്നെ എന്താണ് പറയുക? മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ 7% കടന്നിട്ടില്ലാത്ത BJP കണ്ണൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ 100,000-ന് മുകളിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത സർവേ എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് സുധാകരൻ കുറഞ്ഞു എന്ന് പറയുന്ന 3% വോട്ടിനെ പറ്റി UDFന് ആശങ്കയില്ലാത്തത്. C. രഘുനാഥ് എന്ന് പറയുന്നത് സുധാകരൻ്റെ വിശ്വസ്തനായിരുന്നു. പണ്ട് പിണറായിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ച വ്യക്തിയാണ് എന്നതല്ലാതെ 100,000 BJP വോട്ടുകളെയെല്ലാം മറിക്കാൻ കഴിയുന്ന അതിമാനുഷികതയുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അതിനർത്ഥം രഘുനാഥ് എന്ന പഴയ കോൺഗ്രസ്സുകാരൻ പിടിക്കുമെന്ന് സർവേ കണ്ടെത്തിയ വോട്ടുകൾ അത് സുധാകരൻ്റെ പെട്ടിയിൽ തന്നെ എത്തുമെന്നതാണ് സത്യം. സർവേ പറഞ്ഞത് 17%-ത്തിൽ അതിൽ BJPയുടെ 6% കഴിച്ച് രഘുനാഥിന് കിട്ടുമെന്ന് തെറ്റായ ഒരു ഡാറ്റ കളക്ട് ചെയ്തത് രഘുനാഥിൻ്റെ വീട്ടിനടുത്തു നിന്നാണോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. ഏതായാലും സർവേ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. പറഞ്ഞതുപോലെ 100,000 വോട്ടൊന്നും പോകാനില്ലെങ്കിലും 500-1000 കോൺഗ്രസ് വോട്ടുകളെങ്കിലും രഘുനാഥിന് പോയേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അതിനൊരു മുൻകരുതലാണ് ഈ സർവേ എന്ന് നമുക്ക് അനുമാനിക്കാം.